ഹലോ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വാലൻറ്റൈൻസ് ഡേ ആകാറായെങ്കിലും ഇത് വളരെയധികം ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമാണ്. കാർഡ് തന്നെയാണ്, പക്ഷെ ഒരു 3 ലെയർ കാർഡ്. കാരണം എൻ്റെ വർക്ക് സ്പേസിലുള്ള എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്ത ഗിഫ്റ്റാണ്. ഒരുപാട് കൊടുത്ത ഗിഫ്റ്റുകളിൽ ഒരു ഗിഫ്റ്റ്. അതിൽ ഈ കാർഡിനകത്ത് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ജാനുവരി 1 ആണ്, ന്യൂ ഇയർ വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ചേർന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഇതിന് 3 ഫോൾഡായിട്ടുള്ളൊരു ഓൾ ടുഗദർ കാർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പുള്ളിക്കാരനെ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചാണ്. വർക്ക് സ്പേസിൽ പുള്ളിക്കാരിനെ നിഞ്ച എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഒരു അനിമേ ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ നിഞ്ച എന്നാണ് വിളിക്കുന്നത്. സോ പുള്ളിക്കാരിനെ നൈസായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചതാണ്. അതൊരു ജസ്റ്റ് ഒരു കാരിക്കേച്ചർ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി. എന്തൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരുപാട് ഇഷ്ടങ്ങൾ. അനിമെ ഭയങ്കര ഇഷ്ടമാണ്, ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്, കിഡിലിന് ആർട്ടിസ്റ്റാണ്, ഒരുപാട് കോമഡി പറയുന്ന ആളാണ്, ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യും, കോഫി ലവറാണ്. സോ ഒരുപാട് ആട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാം കൂടെ ചേർത്ത് എഴുതി ഇങ്ങനെ വെട്ടിയെടുത്തു. സോ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് നിഞ്ച വാസ് ബോൺ എന്നൊക്കെ എഴുതി മൊത്തം അറേഞ്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെയർ അതൊരു ക്രിസ്മസ് കാർഡാണ്. ക്രിസ്മസിൻ്റെ ഒരു ട്രീ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു ഒറിഗാമി പേപ്പർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ക്രിസ്മസ് ട്രീൻ്റെ ലീവ്സ് ആയിട്ട് കവർ ചെയ്യുന്നൊരു സംഭവമാണ്. അത് മടക്കുന്നു, പിന്നെ അത് സൈഡിൽ നല്ല രീതിക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇത് ക്രിസ്മസ് ട്രീയുടെ ഒരു ലെയർ ഓഫ് ലീവ്സ് ആണ്. അങ്ങനെ ഇത് മനോഹരമായിട്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തന്നെ ചെറിയൊരു സൈസ് അടുത്തൊരു ടോപ്പ് ലെയർ കാണിക്കാനായിട്ട് അതും അതുപോലെ തന്നെ ചെയ്തു. ഇനി ഒരു സൈസ് കൂടെ എടുത്തു, അതും അതുപോലെ തന്നെ ഒട്ടിച്ച് അങ്ങനെ 3 ലെയർ ഒട്ടിച്ചു. അത് ഒട്ടിച്ചതിനോടൊപ്പം ഇങ്ങനെ നടുക്കത്തെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഗം ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൂടെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തില്ല, സ്റ്റിക്ക് ആയിട്ടിരിക്കാൻ ഗം ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ക്രിസ്മസ് ട്രീയുടെ തണ്ട് വെക്കുന്ന പരിപാടിയാണ്. അതും സെയിം പ്രോസസ്സ്, പക്ഷേ കളർ ഡിഫറെൻറ്റ്. അതുകൊണ്ടും ഇങ്ങനെ എല്ലാം ചെയ്ത് പെയിൻ്റ് കടിച്ച് ക്രിസ്മസ് ട്രീ സെറ്റ്. അങ്ങനെ ആ ഒരു ലെയർ കംപ്ലീറ്റ്. ഇനി അടുത്തത് ന്യൂ ഇയർ ആണ്. ടീ ബാഗ് വിട്ടൊരു കളിയില്ല. ടീ ബാഗിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതും വളരെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഗ്രീൻ കളർ. അപ്പോൾ ഇതിൽ പെയിൻ്റ് അടിച്ചു. 2024 വെൽക്കം ടു 2024 എന്ന രീതിയിലുള്ള ഒരെണ്ണത്തിൽ 20 ഒരെണ്ണത്തിൽ 24 എഴുതി കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ട് കൊടുത്ത് അത് സെറ്റാക്കി. ഇത് പഴയ ഏതോ ഒരു ചാർട്ട് പേപ്പർ, അത് വെട്ടി 2 വൈൻ ബോട്ടിലാക്കി. അങ്ങനെ ഇതും ഒട്ടിച്ചു, അതും ഒട്ടിച്ചു. അതിൻ്റെ മണ്ടയിൽ കൂടെ കുറച്ച് ഗ്ലിറ്റർ കൂടെ തൂകി കുറച്ചൊന്ന് ആർഭാടാക്കാൻ നിർത്തി, അതും ആർഭാടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇതിൽ കുറച്ച് കളർ പേപ്പറൊക്കെ വെട്ടിയെടുത്ത് ഒട്ടിച്ചു. ജോയ് ടു ദ വേൾഡ് എന്നൊക്കെ എഴുതി ഒരു സർക്കിളൊക്കെ വരച്ചു. ഇനി അതിലൊരു ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചു കുറച്ചൊന്ന് ഹൈലൈറ്റ് ആക്കാനായിട്ട്. പക്ഷെ അത് ഞാൻ വിചാരിച്ചത് കുളമായി പോകുന്നു, പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗോൾഡൻ കളർ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് അത് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മൊത്തം ഹൈലൈറ്റ് ആക്കിയതിന് ശേഷം ഇനി സിൽവർ കളർ ആ ഒരു ലീവ്സിന് കൊടുക്കാമെന്ന് കരുതി. അതും ഞാൻ കുളമായി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ എങ്കിലും അതും അടിപൊളിയായിട്ട് വന്നു. ആ ഒരു സിൽവർ കളറും ഗോൾഡൻ കളറുമായിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ പീസ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. അതിൻ്റെ മൊത്തം ബ്യൂട്ടീനെ അത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് സംഭവം വന്നു. നമ്മുടെ ഫൈനൽ റിവ്യൂലാണ് ഇത്. ഫ്രണ്ട് പേജ് ജോയ് ടു ദ വേൾഡ് ബിക്കോസ് നിഞ്ച വാസ് ബോൺ എന്ന് എഴുതിയിട്ട് നിഞ്ചയുടെ എല്ലാ സ്പെഷ്യാലിറ്റീസും എഴുതി. അത് കഴിഞ്ഞിട്ട് ഹാപ്പി മാരി ദെൻ ദർ ഇസ് ക്രിസ്മസ്. അത് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് വരുന്നത്. ടെക്നിക്കലി അങ്ങനെ അല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ക്രിസ്മസും അടിപൊളിയാക്കി. പിന്നെ ലാസ്റ്റ് പോർഷൻ ദെൻ ദർ ഇസ് ന്യൂ ഇയർ. ചിയേഴ്സ് ടു ഓൾ യുവർ സെലിബ്രേഷൻസ്, ഹാപ്പി ന്യൂ ഇയർ, മാരി ക്രിസ്മസ്, ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3-in-1 കാർഡൻ സെറ്റപ്പാക്കി വിത്ത് ലവ് സാത്തുക്കി.